പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പി.വി. അൻവറിനെതിരായിട്ട് രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. പി.വി. അൻവറിനെ ആദ്യാവസാനം തള്ളിക്കളയുകയായിരുന്നു പിണറായി വിജയൻ. അധോലോക ബന്ധങ്ങളുള്ള ആളാണ് അൻവർ എന്നുള്ള നിലയിൽ പരോക്ഷമായി പറഞ്ഞു. പി.വി. അൻവർ ഫോൺ ചോർത്തിയതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞു. അയാൾ പാർട്ടിക്കാരനല്ല എന്നുള്ള നിലപാട് പറഞ്ഞു. അയാൾ പോലീസിൻ്റെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിലയിൽ അൻവറിനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമല്ല, അൻവർ ഇനിയും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നാൽ തനിക്ക് നേരിട്ട് കളത്തിൽ ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെതിരെ നേരിട്ടുള്ള വെല്ലുവിളിയും പിണറായി വിജയൻ തൻ്റെ പത്രസമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി. സുഹൃത്തുക്കളെ, മറുഭാഗത്ത് അതിനോട് നേരിട്ടും പരോക്ഷമായും പ്രതികരിച്ചുകൊണ്ട് പി.വി. അൻവർ രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൂടി പ്രതികരണവും നടത്തി. സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ പിണറായി വിജയൻ്റെയും അൻവറിൻ്റെയും പ്രതികരണങ്ങൾ നടന്നതിൽ നിന്ന് നമുക്ക് ചില നിഗമനങ്ങളിൽ എത്താൻ കഴിയും. ആ നിഗമനത്തെക്കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിണറായി വിജയൻ അൻവറിനെ കുറിച്ചിട്ടുള്ള പ്രതികരണം നടത്തി. അൻവർ പിണറായി വിജയനെ കുറിച്ചും നേരിട്ടും അല്ലാതെയും പ്രതികരണങ്ങൾ നടത്തി. ഈ രണ്ട് പ്രതികരണങ്ങളും ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഈ രണ്ട് പ്രതികരണങ്ങളിൽ നിന്നും ആ പ്രതികരണങ്ങളിൽ ഏത് പ്രതികരണമാണ് പൊതുമണ്ഡലവും പാർട്ടി അണികളും വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടാണ്? അത് ദൃശ്യമാധ്യമങ്ങളിൽ നമുക്കത് കഴിയില്ല. പക്ഷെ സാമൂഹ്യ മാധ്യമം ഉള്ളത് കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞതാണോ പാർട്ടി അണികളും ജനങ്ങളും വിശ്വസിക്കുന്നത്, അതോ പി.വി. അൻവർ പറഞ്ഞതാണോ പാർട്ടി അണികളും ജനങ്ങളും വിശ്വസിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്താൻ കഴിയും. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയൻ പറഞ്ഞത്, പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് എത്ര ലൈക്കുണ്ട്, എത്ര കമൻ്റ് ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് പി.വി. അൻവർ ഫേസ്ബുക്കിലൂടെ ഇതിന് മറുപടിയായി എന്തു പറഞ്ഞു എന്നുള്ളതും അതിന് എത്ര ലൈക്കും എത്ര കമൻറ്റും ഈ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനോടുള്ള ജനങ്ങളുടെയും പാർട്ടി അണികളുടെയും പ്രതികരണം, മറുഭാഗത്ത് പി.വി. അൻവർ പറഞ്ഞതിനോടുള്ള പാർട്ടി അണികളുടെയും പിന്നെ പ്രതികരണം, അത് സംബന്ധിച്ച് കൃത്യമായി നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയും. ആ ക്വാണ്ടിഫിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനോടാണോ അതോ അൻവർ പറഞ്ഞതിനോടാണോ പാർട്ടി അണികൾക്കും ജനങ്ങൾക്കും മമത എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 1-2 ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയും പി.വി. അൻവർ ഇട്ട ഏതാണ്ട് 2-3 ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. 1-2 ഫേസ്ബുക്ക് പോസ്റ്റുകളെങ്കിലും ഏറ്റവും മിനിമം. അത് തമ്മിലാണ് ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും അവസാനമാണ് ഞാൻ പ്രധാനപ്പെട്ട ആ ഒരു കമ്പാരിസൺ, ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട കമ്പാരിസൺ ഞാൻ ഏറ്റവും അവസാനം നടത്തും. ആദ്യം ഞാൻ നടത്താൻ പോകുന്നത് ഈ അഴീക്കോടൻ രാഘവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനും പി.വി. അൻവറും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. അതാണ് ഏറ്റവും പുതിയത്. കാരണം അഴീക്കോടൻ രാഘവൻ്റെ ചരമവാർഷികമാണ് ഇന്ന്, രക്തസാക്ഷി ദിനമാണ് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം. സ്വാഭാവികമായും ഇന്ന് അവർ രണ്ടുപേരും ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ പിണറായി വിജയൻ ഇട്ട പോസ്റ്റിൽ വളരെ വിശദമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് അഴീക്കോടൻ രാഘവൻ്റെ ഒരു ഫോട്ടോയുമായിട്ട് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. എന്നാൽ പി.വി. അൻവർ ആകട്ടെ അഴീക്കോടൻ രാഘവൻ്റെ ഒരു ഫോട്ടോ മാത്രം ഇട്ടിട്ട് അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനം എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകളാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, താരതമ്യം ചെയ്യുന്ന സമയത്ത് അൻവർ ആ പോസ്റ്റ് ഇട്ടിട്ട് 1 മണിക്കൂറേ ആയിരുന്നുള്ളൂ. എന്നാൽ പിണറായി വിജയൻ ആ പോസ്റ്റ് ഇട്ടിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിക്കാണും. പക്ഷേ അത് ചെയ്ത സമയത്ത് അൻവർ ഇട്ടത് 1 മണിക്കൂറും പിണറായി വിജയൻ ഇട്ടത് 3 മണിക്കൂറുമായിരുന്നു.
പിണറായി വിജയനിട്ട ആ പോസ്റ്റിൽ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അൻവറിൻ്റെത് വിശദീകരണമൊന്നുമില്ല, ഫോട്ടോ മാത്രമേ ഉള്ളായിരുന്നു. സുഹൃത്തുക്കളെ, പിണറായി വിജയനിട്ട അഴീക്കോടൻ രാഘവനെ കുറിച്ചിട്ടുള്ള ആ പോസ്റ്റിൽ അതിന് 381 ലൈക്കും 62 കമൻറ്റുകളുമാണ് അതിന് കിട്ടിയത്. 381 ലൈക്കും 62 കമൻറ്റുകളും. എന്നാൽ അൻവർ അഴീക്കോടൻ രാഘവൻ്റെ ഒരു പോസ്റ്റ് മാത്രം, കമൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പോസ്റ്റിന് 11,800 ലൈക്കും 1,100 കമൻറ്റുമാണ് ലഭിച്ചത്. അതായത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, പാർട്ടിയുടെ തലതൊട്ടപ്പൻ, ഏക ഛത്രാധിപതി, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഏറ്റവും ഉന്നതൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് പിണറായി വിജയൻ അഴീക്കോടൻ രാഘവനെ കുറിച്ച് എഴുതിയ പോസ്റ്റിന് 381 ലൈക്കുകൾ കിട്ടിയപ്പോൾ താൻ സ്വയം ഒരു തല്ലിപ്പൊളിയാണ് എന്ന് പറഞ്ഞ PV അൻവർ ഇതേ വിഷയത്തിലിട്ട പോസ്റ്റിന് 11,800 ലൈക്ക്. ഇങ്ങനെയുണ്ട്. പിണറായി വിജയൻ അഴീക്കോടൻ രാഘവനെ കുറിച്ചിട്ട പോസ്റ്റിൽ 62 കമൻറ്റുകളാണെങ്കിൽ PV അൻവർ അഴീക്കോടൻ രാഘവനെ കുറിച്ചിട്ട പോസ്റ്റിന് 1,100 കമൻറ്റ്. ഞാനിത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി 13 മണിക്കൂറുകൾക്ക് മുമ്പ്, അതിപ്പോൾ ചിലപ്പോൾ 14-15 ഒക്കെ ആയിക്കാണും, 13 മണിക്കൂറുകൾക്ക് മുമ്പ് PV അൻവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ആ കവർ ഫോട്ടോയിൽ നിന്ന് പിണറായി വിജയൻ്റെ പടം എടുത്ത് മാറ്റിയിട്ട് ഒരു വൃദ്ധയോടൊപ്പം നിൽക്കുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരുന്നത്. ആ പോസ്റ്റിന് 19,000 ലൈക്കും 1,700 കമൻറ്റും. ആലോചിച്ച് നോക്കണം, 19,000 ലൈക്കും 1,700 കമൻറ്റും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. അത് പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനവും അതിന് നേരിട്ടും പരോക്ഷമായും മറുപടി പറഞ്ഞുകൊണ്ട് PV അൻവറും ഇട്ട പോസ്റ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിണറായി വിജയൻ PV അൻവറിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലഭിച്ചത് 1,400 ലൈക്ക്, 1,400 ലൈക്ക്, 728 കമൻറ്റ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അൻവറിനെ വിമർശിച്ചുകൊണ്ടുള്ള ആ പത്രസമ്മേളനത്തിന് ലഭിച്ചത് 1,400 ലൈക്കും 728 കമൻറ്റും. എന്നാൽ അതിന് മറുപടി എന്നോണം നേരിട്ടും പരോക്ഷമായും മറുപടി പറഞ്ഞുകൊണ്ട് 16 മണിക്കൂറുകൾക്ക് മുമ്പ് PV അൻവർ തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിന് 47,500 ലൈക്ക്. അതായത് അൻവറിനെ വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇട്ട പോസ്റ്റിന് 1,400 ലൈക്കാണെങ്കിൽ പിണറായി വിജയന് മറുപടി കൊടുത്തുകൊണ്ട് അൻവർ ഇട്ട പോസ്റ്റിന് 47,500 ലൈക്ക്. ഒരാൾ CPM-ൻ്റെ തലതൊട്ടപ്പൻ, മറ്റേയാൾ ഞാൻ പറഞ്ഞ പോലെ സ്വന്തമായി തന്നെ ഞാനൊരു തല്ലിപ്പൊളിയാണ് എന്ന് പറഞ്ഞ ഒരാൾ. രണ്ടുപേർക്കും കിട്ടിയ ലൈക്കാണ് ഞാൻ ഈ കമ്പയർ ചെയ്യും. ഇനി അൻവറിനെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇട്ട ഒരു പോസ്റ്റിന് പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിന് 728 കമൻറ്റുകൾ കിട്ടിയപ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് PV അൻവർ ഇട്ട പോസ്റ്റിന് 12,400 കമൻറ്റുകൾ. 12,000. അതായത് പിണറായി വിജയൻ 728 കമൻറ്റും PV അൻവറിൻ്റെതിന് 12,400 കമൻറ്റുകൾ. സുഹൃത്തുക്കൾ, ഇതിൽ നിന്ന് ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. പിണറായി വിജയൻ അൻവറിനെ കുറിച്ച് പറഞ്ഞതും അൻവർ ഉയർത്തിയ വിമർശനങ്ങളും ഇത് രണ്ടും പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട്, സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. പിണറായി വിജയൻ അൻവറിനെതിരെ ഉയർത്തിയ ആരോപണത്തിന് കിട്ടിയ പ്രതികരണം ലൈക്കും കമൻറ്റുമായിട്ട് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അൻവർ ഉയർത്തിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ള ലൈക്കുകളും കമൻറ്റുകളും നമ്മൾ കണ്ടു. അതിൽ തമ്മിലുള്ള അന്തരം, ആ അന്തരത്തിൽ നിന്ന് പിണറായി വിജയൻ പറഞ്ഞതാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്, പിണറായി വിജയൻ പറഞ്ഞതാണോ പാർട്ടി അണികൾ വിശ്വസിക്കുന്നത്, അതോ അൻവർ പറഞ്ഞതാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്, അൻവർ പറഞ്ഞതാണോ പാർട്ടി അണികൾ വിശ്വസിക്കുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകർ സ്വയമേ ഒരു തീരുമാനത്തിലെത്തുക എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിണറായി വിജയനെ കുറിച്ചിട്ട് അൻവർ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് കിട്ടിയ ലൈക്കും കമൻറ്റുകളും, പിണറായി വിജയൻ അൻവറിനെ കുറിച്ച് പറഞ്ഞതിന് കിട്ടിയ ലൈക്കും കമൻറ്റുകളും, അൻവർ പിണറായി വിജയൻ്റെ നിലപാടുകളെക്കുറിച്ചും പിണറായി വിജയൻ്റെ ഓഫീസിനെ കുറിച്ചും കിട്ടിയിട്ടുള്ള ലൈക്കും കമൻറ്റുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആര് പറഞ്ഞതാണ് പാർട്ടി അണികളും
ആര് പറഞ്ഞതാണ് ജനങ്ങളും വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്തത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വയമേ ഒരു തീരുമാനത്തിലെത്തുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.